ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. സാമ്പത്തിക വളർച്ച, എക്കണോമിക് ഗ്രോത്ത്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെയാണ് സാമ്പത്തിക വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേശീയ വരുമാനം വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഉൽപാദന രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതോടെ കൂടുതൽ തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടും. സാമ്പത്തിക വളർച്ച: വ്യാവസായിക ഉൽപാദനം കൂടുന്നു, കാർഷികോൽപാദനം കൂടുന്നു, വാങ്ങൽ ശേഷി കൂടുന്നു, സേവന മേഖല വളരുന്നു. തൊഴിൽ മുഖാന്തരം കിട്ടുന്ന വരുമാനം തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി ഉയർത്തുന്നു. തൊഴിലിൽ ഏർപ്പെടുന്നവരുടെ ജീവിത ഗുണനിലവാരം ഇതിലൂടെ മെച്ചപ്പെടാൻ ഇടയാക്കുന്നു. സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള രാജ്യത്തിന്റെ ശേഷി വർദ്ധിക്കുന്നു. സാമ്പത്തിക വളർച്ചാ നിരക്ക്, എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവിനെ അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്. സാമ്പത്തിക വികസനം, എക്കണോമിക് ഡെവലപ്മെന്റ്, സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം ജീവിത ഗുണനിലവാരം കൂടി ഉയരുമ്പോഴാണ് സാമ്പത്തിക വികസനം ഉണ്ടാകുന്നത്. സാമ്പത്തിക വികസനം ഈസ് ഈക്വൽ ടു സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച. വികസന ചികകൾ, ഡെവലപ്മെന്റ് ഇൻഡീസസ്, സാമ്പത്തിക വികസനം കണക്കാക്കാനും വിലയിരുത്താനും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില സൂചികകളുണ്ട്. പ്രധാന വികസന സൂചികകൾ ഏതൊക്കെയാണ്? വികസന സൂചികകൾ: പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. വികസന സൂചികകളിൽ ഏറ്റവും ലളിതവും ആദ്യകാലത്ത് മുൻഗണന നൽകി പരിഗണിച്ചിരുന്നതും പ്രതിശീർഷ വരുമാനമാണ്. ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. ഓക്കെ, ഒരു രാജ്യം സാമ്പത്തിക വികസനം നേടിയോ എന്ന് കണ്ടെത്തുന്നതിന് രണ്ടു കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്: ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക്, അതുപോലെ ജനസംഖ്യാ വളർച്ചാ നിരക്ക്. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. വികസന സൂചിക എന്ന നിലയിൽ പ്രതിശീർഷ വരുമാനത്തിന് നിരവധി പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രതിശീർഷ വരുമാനം ഒരു ശരാശരി വരുമാനമാണ്. ഇത് സംഖ്യാപരമായ കണക്കുകൂട്ടൽ മാത്രമാണ്. പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനം കണക്കാക്കുമ്പോൾ ദരിദ്ര സമ്പന്ന വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ജീവിത ഗുണമേന്മ കൈവരിച്ചു എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. ജീവിത ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളായ വിദ്യാഭ്യാസം, പോഷകാഹാര ലഭ്യത, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവ പ്രതിശീർഷ വരുമാനം എന്ന വികസന സൂചികയുടെ പരിധിയിൽ ഉൾപ്പെടുന്നില്ല. സമ്പത്തിന്റെ വളർച്ചയ്ക്കപ്പുറം അതിന്റെ തുല്യമായ വിതരണവും അതുവഴി ഉണ്ടാകുന്ന സാമൂഹിക ക്ഷേമവും ഈ വികസന സൂചിക പരിഗണിക്കുന്നില്ല. അടുത്തത് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, PQLI. പ്രതിശീർഷ വരുമാനത്തെക്കാൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ ഒരു സൂചികയുടെ അനിവാര്യത ഉയർന്നു വന്നു. തൽഫലമായി 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്നു. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മറ്റ് 3 ഘടകങ്ങളെ അടിസ്ഥാനമായി പരിഗണിച്ചു: പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശു മരണ നിരക്ക്, അടിസ്ഥാന സാക്ഷരത. പ്രതിശീർഷ വരുമാനത്തെക്കാൾ മികച്ച വികസന സൂചികയാണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചികയെങ്കിലും പ്രതിശീർഷ വരുമാനത്തെ അവഗണിക്കുന്നു എന്നത് അതിന്റെ പ്രധാന പരിമിതിയാണ്. അടുത്തത് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണിത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് 3 പ്രധാന ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. 1 പ്രതിശീർഷ വരുമാനം, 2 സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, 3 ആയുർദൈർഘ്യം. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. 0 ഒട്ടും വികസനമില്ലായ്മയെ സൂചിപ്പിക്കുമ്പോൾ 1 ഏറ്റവും ഉയർന്ന വികസനത്തെ പ്രതിനിധീകരിക്കുന്നു.
സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ 4 വിഭാഗങ്ങളായി തിരിക്കാറുണ്ട്. HDI മൂല്യം വിഭാഗം 0.8 മുതൽ 10 വരെ വളരെ ഉയർന്ന മാനവ വികസനമാണ്. 0.8 മുതൽ 10 വരെ. 0.7 മുതൽ 0.799 വരെ ഉയർന്ന മാനവ വികസനം. 0.550 മുതൽ 0.699 വരെ ഇടത്തരം മാനവ വികസനം. 0.550 0.550 താഴെ താഴ്ന്ന മാനവ വികസനമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. മാനവ വികസന സൂചികയുടെ പൂരകമായി ഐക്യരാഷ്ട്ര സംഘടന വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്. 1997 ഇതിന്റെ ആദ്യ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാനവ ദാരിദ്ര്യ സൂചിക തയ്യാറാക്കുന്നത്. സുദീർഘവും ആരോഗ്യപരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം എന്നിവയാണവ. ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകിയ പുതിയ ഒരു വികസന സൂചികയാണ് മാനവ സന്തോഷ സൂചിക. ഭൂട്ടാൻ വികസിപ്പിച്ച ഈ സൂചികയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന അംഗീകാരം നൽകുകയാണ് ഉണ്ടായത്. 9 സൂചകങ്ങളാണ് ആനന്ദ സൂചിക കണ്ടുപിടിക്കുന്നതിന് പരിഗണിക്കുന്നത്. 1. ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതി രഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസിക ആരോഗ്യം. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും പരസ്പരം ബന്ധപ്പെട്ടവയാണെന്നും എന്നാൽ അവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട്. 1. സാമ്പത്തിക വളർച്ച, സാമ്പത്തിക വികസനം. സാമ്പത്തിക വളർച്ച ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. സാമ്പത്തിക വികസനമോ ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച. സാമ്പത്തിക വളർച്ച ദേശീയ വരുമാനത്തിലെ വളർച്ചയാണ് അളവുകോൽ. സാമ്പത്തിക വികസനം ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക എന്നിവയെ അളവുകോലാക്കുന്നു. സാമ്പത്തിക വളർച്ച സംഖ്യാപരമായി സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വികസനം ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. സാമ്പത്തിക വളർച്ച സാമ്പത്തിക ഘടകങ്ങൾക്ക് മാത്രം ഊന്നൽ നൽകുന്നു. സാമ്പത്തിക വികസനം സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. സാമ്പത്തിക വളർച്ച ഹ്രസ്വകാലയളവിൽ. സാമ്പത്തിക വികസനം ദീർഘകാലയളവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. Thank you so much for listening. We'll see you in next video.